അവരോട് എത്തിട്ടോ അവരെത്തി. ഞാൻ പറഞ്ഞില്ലേ കറക്റ്റ് സമയത്ത്. വാ വാ, ഞാൻ നേരം പോയി, ഞങ്ങൾ കുറച്ച് താമസിച്ചു പോയി. ഞങ്ങൾക്ക് പരിപാടി താമസിച്ചു. പിന്നെ ചെക്കൻ്റെ അമ്മാവനാ. അപ്പൊ കാര്യത്തിലേക്ക് കടന്നല്ലോ. എന്നാ പിന്നെ താമസിക്കേണ്ട അത് നടക്കട്ടെ. ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ഗുണം എന്താണോ, പണി കുറവാ. ഇപ്പത്തെ ചെക്കന്മാരും പെണ്ണുങ്ങളൊക്കെ സ്വന്തം കല്യാണം ഉണ്ടാക്കി. ബ്രോക്കർമാർക്ക് പണിയില്ല. ബ്രോക്കർമാർക്ക് പണിയില്ല. ഇപ്പൊ നെറ്റിൽ കൂടെ കാണലും പറച്ചിലും പിന്നെ കല്യാണമൊക്കെ അങ്ങനെയല്ലേ നടക്കുന്നത്. ഇത് ചാടിപ്പോയിലുമാണല്ലോ. ഇവിടുത്തെ ചെക്കനായതുകൊണ്ട് പറയാലോ, ഇവിടുത്തെ ചെക്കൻ സൂപ്പർ, നല്ല അഭിപ്രായം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ബ്രോക്കർമാരെ അങ്ങനെയല്ലേ പറയുള്ളൂ. അത് എനിക്ക് കിട്ടിയൊരു പുണ്യ. എന്റെ ചെക്കനായിട്ട് പറയല്ല, നമുക്ക് ആലോചിക്കാം. ഇപ്പൊ എന്തായാലും ആലോചിച്ചിട്ടേ ചെയ്യുള്ളൂ. അതറിയുന്നോണ്ടാണ് ഞാൻ എനിക്ക് ആ പോലെ 2 പെൺപിള്ളേര്. ഇനിയിപ്പോ അടുത്ത നടപടി എന്താ വെച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിച്ച് പോവില്ലേ, ഫൈനലാക്കണ്ടേ? അതെല്ലാം അല്ലേ. ഒരു മിനിറ്റ് അയ്യപ്പനാര് വരുന്നുണ്ട്. ഇയാളൊരു കോള ആ കുതി നശിപ്പിക്കുന്നു. ഞാൻ ആൾ ഒഴിവാക്കി. സതീഷ, എന്താ ഇവിടെ ആളും കൂട്ടൊക്കെ? ഇപ്പൊ നേരെ പിന്നെ നമ്മള് ഒരു സ്ഥലക്കത്തോടെ നമ്മളൊരു സ്ഥലം കൊടുക്കുകയാണ് ഇപ്പൊ. അവിടുത്തെ സ്ഥലം കൊടുക്കാം. നിങ്ങളൊരു ഉപകാരം ചെയ്യണം. നിങ്ങൾ എന്റെ അച്ഛന്റെ കൂട്ടുകാരനൊക്കെ സമ്മതിച്ചു. നിങ്ങൾ ഇതിൽ ഇടപെടരുത്. നാട്ടുകാർ പൊതുവെ പറയുന്നത് നിങ്ങൾ നാവെടുത്ത് അത് നടക്കില്ല. അങ്ങനെയൊക്കെ നിങ്ങൾ ഇതിൽ ഇടപെടരുത്. നിങ്ങൾ ഒന്ന് പോയി തന്നാ മതി. ഞാൻ എന്ത് ദ്രോഹം പറയും നാട്ടിൽ? ഒന്നും നടത്തിക്കോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞാൽ മോശമാവും. എങ്ങനെയും ചെയ്യും. അല്ല, ഇനി ബുദ്ധിമുട്ടായിട്ട് സ്ഥലം കൊടുക്കണം. ഒന്ന് പോയി ബുദ്ധിമുട്ടാണ്. ഓർക്കാൻ സ്ഥലം പിടിച്ചില്ലേ? സ്ഥലം പിടിച്ചില്ല, സ്ഥലം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാ പിന്നെ ഒരു കാര്യം ഒക്കെ റെഡിയാക്കി തരാൻ. അതൊക്കെ എന്റെ അടുത്ത് വൈകിട്ടാ. പിന്നെ നിങ്ങളിന്റെ സതീഷിന്റെ ചെങ്ങായിന്റെ കുട്ടിയാണ്. അപ്പൊ ഉള്ളത് പറയാലോ, നിങ്ങൾ ആ 1 ഏക്കർ സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ നടത്തിക്കോളി. ഏത് സ്ഥലം? അല്ലെ മേലത്തെ ജിമുണ്ടല്ല, അതൊക്കെ നടന്നോളും. ആ 1 ഏക്കർ സ്ഥലം അതിന്റെ കണ്ണായ ഒരു 10 സെന്റ് പോകാൻ കഴിഞ്ഞ ഒരു കഷ്ടപ്പാട് പറഞ്ഞു നിൽക്കുകയും ചെയ്യും. പറയണ കേക്ക് ആ ഒരു 10 സെന്റ് പോയി നോക്കണ്ട. ബാക്കിയുള്ള സ്ഥലങ്ങൾ കൊന്നു ഒരുക്കി വെക്കാന്ന്. കഴിഞ്ഞല്ലോ അവന്റെ കുട്ടിക്ക് ഒരു പെണ്ണ് വന്നപ്പോ ഇത്തരല്ലേ. അതിനുശേഷം ബാക്കി 90 സെന്റ് നല്ല സ്ഥലമാണ്. നല്ല സ്ഥലം തന്നെ. നിങ്ങള് കേട്ടോ, ഞാൻ ഈ മുടക്കി പിടിക്കുന്നത് ആയില്ലല്ലോ. അപ്പൊ കാര്യങ്ങൾ നല്ല സ്ഥലമല്ലേ, നല്ല സ്ഥലം. എന്ത് ലക്ഷങ്ങൾ കിട്ടാ സ്ഥലത്തിന്. ഇതിനാണ് നിങ്ങൾ എന്നെ വിളിച്ചിരുന്നത്. ഈയൊക്കെ ഒരു തറവാട്ട് തന്നെ വിചാരിച്ചു. എന്ത് തറവാട്ട് തന്നെ ഈയൊക്കെ. അനക്കില്ല, ഞാൻ വോട്ടിന്ന് തരാം. ആക്കില്ല, അങ്ങോട്ട് വാട്ടെ. എന്റെ കുഞ്ഞാനെ എന്തൊരു കേട്ടുകാരാണ്. ഈ അയ്യപ്പനാരെ പോലുള്ളവരുണ്ടെങ്കിലേ ഒരു കല്യാണം നടക്കൂല. എന്റെ ചെങ്ങായിന്റെ കുട്ടി സതീഷിനൊരു പാവാണ്. ഈ സ്ഥലക്കച്ചവടം എങ്ങനെയെങ്കിലും നടന്നെത്തിയാൽ മതി. പാവം.